അനുമോളുടെ ചീട്ട് കീറുമെന്ന് ഉറപ്പിച്ച എപ്പിസോഡായിരുന്നു ഇന്നലെ. പക്ഷേ എപ്പിസോഡിന് മുൻപേ വരെയായിരുന്നു അങ്ങനെ. എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ചീട്ട് കീറണമെങ്കിൽ അത് അനുവും കൂടെ ഒന്ന് വിചാരിക്കണമെന്ന്. അനു ആ രീതിയിലാണ് ആ ഒരു സ്റ്റോറി മെനഞ്ഞു വെച്ചിരിക്കുന്നത്. അനുവിൻ്റെ കള്ളത്തരം പൊളിച്ചെടുക്കാൻ പറ്റിയോ എന്ന് ചോദിച്ചാൽ അനുവിനെ വിമർശിക്കാൻ പറ്റി. പക്ഷേ അനു പറഞ്ഞത് പൂർണ്ണമായിട്ടും അങ്ങോട്ട് കള്ളത്തരമാണെന്ന് പറഞ്ഞ് പൊളിക്കാൻ പറ്റിയില്ല. കാരണം അനു അത് സമ്മതിച്ചു തരുന്നില്ല. അനു ഉറച്ച് പറയുന്നുണ്ട് ഞാനത് കണ്ടു എന്ന്. ലാലേട്ടൻ ഞങ്ങളെല്ലാം പരിശോധിച്ചു, 6 മണിക്കൂർ ക്ലിപ്പ് ഞങ്ങൾ മൊത്തം നോക്കി, ഞാൻ US-ലിരുന്ന് നോക്കി എന്നെല്ലാം പറഞ്ഞിട്ടും അനുമോള് പറയുന്നത് അനുമോള് കണ്ടു എന്ന് തന്നെയാണ്. അനുമോള് കണ്ട ഒരു കാര്യം അനുമോള് കണ്ടില്ല എന്ന് മറ്റുള്ളവർക്ക് പറയാൻ സാധിക്കില്ലല്ലോ. മാത്രമല്ല അത് പൊളിക്കാൻ പറ്റാത്ത ഒരു രീതിയിലാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് അനുമോള് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് പറഞ്ഞതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിൽ പോലും അനുമോള് പറഞ്ഞിരിക്കുന്നത് ആര്യനും ജിസയിലും കട്ടിലിൽ കിടന്ന് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അവിടെയുള്ള ക്യാമറ ഒന്നും തന്നെ അങ്ങോട്ട് ഫോക്കസ് അല്ലായിരുന്നു. അത് അനുമോള് കൃത്യമായിട്ട് നോക്കിയത്രേ. അവിടെയുള്ള എല്ലാ ക്യാമറയും ഒരേ സമയത്ത് ഒരാളെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, പല ആംഗിളിലേക്കും പല ആൾക്കാരിലേക്കും സൂം ചെയ്തും കണ്ടൻറ്റൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഏത് സമയത്താണ് അനു കണ്ടത് എന്ന് അവർക്കറിയില്ല. അപ്പോൾ 6-7 മണിക്കൂറുള്ള ദൃശ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പല ക്യാമറയിൽ ചെക്ക് ചെയ്താലും അവർക്ക് ചിലപ്പോൾ ഒരു കറക്ഷൻ എറർ സംഭവിച്ചേക്കാം. ചിലപ്പോൾ എല്ലാ ക്യാമറയും വേറൊരു പ്രധാനപ്പെട്ട വിഷയം അപ്പുറം നടക്കുന്ന സമയത്ത് അങ്ങോട്ട് സൂം ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. അവർക്ക് ഉറപ്പായും തന്നെ ചിലപ്പോൾ ആര്യനെ ഫോക്കസ് ചെയ്യാത്ത ഒരു സമയം ഉണ്ടായിരിക്കാം. 1-2 മിനിറ്റ് എങ്കിലും ചിലപ്പോൾ അവിടെ ഗ്യാപ്പ് വന്നിരിക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അപ്പോൾ ആ ഒരു സമയത്താണ് ഇത് നടന്നതെങ്കിലോ? അതുമാത്രമല്ല, ഇനിയിപ്പം ഫുൾ ടൈം ആര്യനെയും ജിസേലിനെയും ഫോക്കസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് പ്രേക്ഷകരെ വിശ്വസിപ്പിക്കാൻ പറ്റില്ല. കാരണം 6-7 മണിക്കൂർ അവരെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ക്യാമറ വിഷ്വൽസ് എങ്ങനെ ഓഡിയൻസിനെ കാണിച്ചു കൊടുക്കും? ഒന്നെങ്കിൽ അനുമോള് പറയുന്നത് ഓഡിയൻസിന് വിശ്വസിക്കാം, അല്ലെങ്കിൽ ലാലേട്ടനോ ബിഗ് ബോസും പറയുന്നത് ഓഡിയൻസിന് വിശ്വസിക്കാം. പക്ഷേ അവസാനം അനുമോള് ഉറച്ചു തന്നെ നിൽക്കുകയാണ് അനുമോള് പറഞ്ഞ കാര്യത്തിൽ. അതാണ് അനുവിനെ ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് അവിടെ കൊണ്ടുവരാൻ സാധിച്ചത്. ഇത്രയും ആൾക്കാർ എതിർത്ത് സംസാരിച്ചിട്ടും അനു പറഞ്ഞത് കള്ളമാണെന്ന് 99% പ്രൂവ് ചെയ്തിട്ടും അനുമോൾ അവിടെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് തന്നെ അനുമോൾക്ക് വന്നേക്കാവുന്ന നെഗറ്റീവുകൾ എല്ലാം തന്നെ പോസിറ്റീവായി മാറേണ്ട ഒരു സാഹചര്യമാണ് അനുമോൾ വരുത്തി വെച്ചിരിക്കുന്നത്. അനുമോൾ പറഞ്ഞത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്താൽ ക്വിറ്റ് ചെയ്തു വരെ പോകാൻ തയ്യാറാണെന്ന് ആര്യൻ്റെ അടുത്ത് സത്യം ചെയ്തിരുന്നു. പക്ഷേ അനുമോൾ പറഞ്ഞത് തെറ്റാണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും? അതാണ് ചെയ്യാൻ പറ്റാത്ത കാര്യം. എന്തായാലും അനുമോളെ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. ബിഗ് ബോസിൻ്റെ കൂടുതൽ വാർത്തകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.